സുഗതകുമാരിയുടെ വീടിനെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണമെന്ന മകൾ ലക്ഷ്മി ദേവി. വീട് വാങ്ങിയ നിരപരാധികളുടെ സ്വൈര്യതയും അവകാശവും തകർക്കരുത് എന്ന് അവർ തുറന്ന കത്തിൽ ആവശ്യപ്പെട്ടു. സ്മാരകം ആക്കണമെങ്കിൽ അതിന് ഉചിതമായത് മുത്തച്ഛൻ ബോധേശ്വരൻ നിർമ്മിക്കുകയും സുഗതകുമാരി ബാല്യം മുതൽ താമസിച്ചതുമായ അഭയ എന്ന വീടാണ് എന്നും അവർ പറഞ്ഞു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ സുഗതകുമാരിയുടെ വസതി സ്മാരകമാക്കുമെന്ന തരത്തിൽ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അത് നടപ്പായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളടക്കം ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് സുഗതകുമാരിയുടെ മകൾ പറയുന്നത്? നിലവിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് ലക്ഷ്മി ദേവി തുറന്ന കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വരദ വിറ്റുപോയപ്പോൾ തന്നെ പല വിധത്തിലുള്ള ഭീഷണികൾ തനിക്കും വീട് വാങ്ങിയവർക്കും നേരെയുണ്ടായി. ഈ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന രീതിയിൽ പലരും ഊഴം വെച്ച് കാവൽ നിന്ന് തന്നെയും വീട് വാങ്ങിയവരെയും തടയുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ വീട് വാങ്ങിയ നിരപരാധികളുടെ സ്വൈര്യവും അവകാശവും ഹനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നും ഇത്തരം ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതായാണ് ഈ കത്തിൽ പറയുന്നത്. അതേസമയം വീട്, അതായത് നിലവിൽ താൻ കൈമാറിയത് വരദ എന്ന വീടാണ്. ആ വീട് സുഗതകുമാരിയുടെ മരണശേഷം തനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് തന്റെ അച്ഛൻ പണിതാണെന്നും അതിനുശേഷം തനിക്ക് കൈമാറിയതാണെന്നും എന്നാണ് പറയുന്നത്. സുഗതകുമാരിക്ക് ഒരു സ്മാരകം വേണമെങ്കിൽ അത് വരദ എന്ന വീടിനേക്കാൾ ഏറ്റവും അനുയോജ്യം അതേ കോമ്പൗണ്ടിൽ തന്നെയുള്ള അഭയ എന്ന വീടാണ്. അഭയ എന്ന വീട് സുഗതകുമാരിയുടെ അച്ഛനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ ബോധേശ്വരൻ നിർമ്മിച്ചതാണ്. അതിനുശേഷം ആ വീട്ടിൽ നിന്നാണ് സുഗതകുമാരി പ്രധാന കവിതകളും മറ്റുമെല്ലാം രചിച്ചതും. കൂടാതെ സുഗതകുമാരിയുടെ സഹോദരിമാരായ ഹൃദയകുമാരിയും സുജാത ദേവിയും എല്ലാം താമസിച്ചത് ഈ അഭയ എന്ന വീട്ടിലാണ്. തുടർന്ന് സുഗതകുമാരി ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അഭയ എന്ന സംഘടന തുടങ്ങുമ്പോഴും ഈ വീടിനോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാണ് അഭയ എന്ന സംഘടനയ്ക്ക് തന്നെ അഭയ എന്ന പേര് നൽകിയതും. അതുകൊണ്ട് തന്നെ ഒരു സ്മാരകം നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും ഉചിതമായ കെട്ടിടം അല്ലെങ്കിൽ വീട് അത് ബോധേശ്വരൻ നിർമ്മിച്ച അഭയ എന്ന കെട്ടിടമാണെന്നും അതുകൊണ്ട് തന്നെ വരദ വാങ്ങിയവർക്ക് അവരുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ പ്രവർത്തിക്കരുതെന്നുമാണ് ഈ തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും സർക്കാർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. സൂര്യകൃഷ്ണമൂർത്തി ഇടപെട്ടതിനെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. അതിനുശേഷം ന്യൂസ് 18 തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഈ കെട്ടിടം ഏറ്റെടുക്കാനും സുഗതകുമാരിക്ക് അനുയോജ്യമായ ഒരു സ്മാരകം പണിയാനും തയ്യാറാണ് എന്നുള്ള വിവരം അറിയിച്ചത്. എന്നാൽ അത് അത്തരം നടപടികളിൽ നിന്നും എല്ലാം പിന്മാറണമെന്നുള്ള ആവശ്യം കൂടിയാണ് ലക്ഷ്മി ദേവി ഈ തുറന്ന കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. വിശദാംശങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ നൽകിയത്. സുഗതകുമാരിയുടെ വീട് ഏറ്റെടുക്കാൻ സർക്കാർ മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഉറപ്പു നൽകിയതായി സൂര്യകൃഷ്ണമൂർത്തി പറഞ്ഞു. വീട് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് സാംസ്കാരിക മന്ത്രിയും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ വ്യക്തിക്ക് സുഗതകുമാരിയുടെ മകൾ വീടും സ്ഥലവും വിറ്റത്. സുഗതകുമാരി ദീർഘകാലം താമസിച്ച തിരുവനന്തപുരം നന്ദാവനത്തെ വീടായ വരദ സർക്കാർ ഏറ്റെടുക്കാനുള്ള സാധ്യത തെളിയുന്നു. മകൾ സ്വകാര്യ വ്യക്തിക്ക് വിറ്റ സ്ഥലം തിരികെ വാങ്ങാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത്. സൂര്യകൃഷ്ണമൂർത്തി മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ചീഫ് സെക്രട്ടറിയുമായി ചർച്ച നടത്തി. 3 പേരും വീട് ഏറ്റെടുക്കുന്ന സംബന്ധിച്ച ഉറപ്പ് നൽകി. സർക്കാർ ഏറ്റെടുത്താൽ വീട്ടിലേക്കുള്ള വഴി നൽകാൻ തയ്യാറാണെന്ന് ബന്ധു അറിയിച്ചതായും സൂര്യകൃഷ്ണമൂർത്തി ന്യൂസ് 18 വ്യക്തമാക്കി. ലക്ഷ്മിക്ക് സാമ്പത്തികമായ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ നമ്മളിത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും, ഞാൻ സംസാരിച്ച 3 പേരുടെയും അഭിപ്രായം. വളരെ തറപ്പിച്ച് അദ്ദേഹം CM ഇന്നലെ അതിൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ വാങ്ങിക്കാം. വീട് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നെന്നും ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18 പ്രതികരിച്ചു. ആ ഭൂമി നമുക്ക് കിട്ടുമെങ്കിൽ അവരുടെ ആ ഭൂമി തന്നെ ഏറ്റെടുക്കുന്നതിനെ പറ്റി ഗവൺമെന്റ് പരിഗണിക്കും. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ആ കാര്യത്തിൽ മാറ്റമില്ല. അതുമായി മുന്നോട്ട് പോകാനാണ് എല്ലാവരുടെയും താല്പര്യത്തിനനുസരിച്ചാണ് നിലപാട്. സർക്കാരിന് കീഴിൽ സുഗതകുമാരിയുടെ സ്മാരകമായി വീട് മാറ്റണമെന്നാണ് ആവശ്യം. സാമ്പത്തിക പ്രശ്നങ്ങളും വഴിയില്ലാത്തതുമാണ് വീട് വിൽക്കാൻ കാരണമായതെന്ന് മകൾ ലക്ഷ്മി നേരത്തെ പ്രതികരിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം മണിമല്ലയിൽ വാഹനാപകടത്തിൽ 2 യുവാക്കൾ മരിച്ച സംഭവത്തിൽ ജോസ് കെ മാണിയുടെ മകനെതിരെ കേസ്. ജോസ് കെ മാണിയുടെ മകൻ KM മാണി ജൂനിയർ അമിത വേഗതയിൽ ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത്. സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളുടെ തെളിവുകളും പുറത്തുവന്നു.
ശനിയാഴ്ച വൈകുന്നേരം 6:30-ക്കാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കരിക്കാട്ടൂർ സ്വദേശികളായ സഹോദരങ്ങൾ ജിൻസ് ജോണും രാത്രി 1 മണിയോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. ഇതിനു പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ മകന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടപടി സ്വീകരിച്ചത്. KM മാണി ജൂനിയറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജോസ് കെ മാണിയുടെ മകൻ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകടമുണ്ടാക്കിയതെന്ന് ദൃക്സാക്ഷി ജോമോൻ പറയുന്നു. ഈ വണ്ടി പോയി ഇവിടെ ആയപ്പോഴത്തേന് ഈ വണ്ടി ഒന്ന് ഇങ്ങനെ പാളി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഈ വണ്ടി വട്ടം കറങ്ങി ആ പോസ്റ്റിൻ്റെ അവിടെ വരെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ വട്ടം കറങ്ങി അവിടെ വരെ പോയി. ഈ വട്ടം കറങ്ങുന്നതിന് ആ സമയത്താണ് ഈ പിള്ളേർ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇടിച്ച് ഈ പിള്ളേർ ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും കിടക്കുകയായിരുന്നു. കേസ് അട്ടിമറിക്കാൻ തുടക്കത്തിൽ പോലീസ് ശ്രമിച്ചതായുള്ള തെളിവുകളും പുറത്തു വന്നു. ആദ്യം തയ്യാറാക്കിയ FIR-ൽ 45 വയസ്സുള്ള ആളാണ് വാഹനം ഓടിച്ചത് എന്നായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഇത് തിരുത്തുകയായിരുന്നു. ജോസ് കെ മാണിയുടെ മകൻ വാഹനം ഓടിച്ചത് സ്ഥലത്തെത്തി നേരിട്ട് സ്ഥിരീകരിച്ച ശേഷമായിരുന്നു പോലീസിന്റെ ഈ അട്ടിമറി നീക്കം. ഇയാളുടെ രക്തസാമ്പിളുകൾ എടുക്കുന്നതിലും പോലീസ് ഗുരുതര വീഴ്ച വരുത്തി. അപകടത്തിൽ മരിച്ച സഹോദരങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ന്യൂസ് 18 കോട്ടയം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായി ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റൽ കേസിൽ റിവ്യൂ ഹർജി ലോകായുക്ത നാളെ പരിഗണിക്കും. ഭിന്നവിധി പറഞ്ഞ ഡിവിഷൻ ബെഞ്ചാണ് റിവ്യൂ ഹർജി പരിഗണിക്കുന്നത്. മറ്റന്നാൾ ഫുൾ ബെഞ്ച് കേസ് പരിഗണിക്കും. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, ഫുൾ ബെഞ്ചിന് വിട്ട ഒരു സാഹചര്യമുണ്ട്. ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ട്. അതുകൊണ്ട് തന്നെ റിവ്യൂ ഹർജി എന്നത് സാങ്കേതികമായ ഒന്നായി മാത്രം മാറുമോ, പ്രത്യേകിച്ച് മേൽക്കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ? അതുകൊണ്ട് തന്നെ സാങ്കേതികമായി മാറാനുള്ള സാധ്യത. കാരണം ലോകായുക്തയുടെ ഫുൾ ബെഞ്ച് മറ്റന്നാൾ ഈ കേസ് വാദം കേൾക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ റിവ്യൂ ഹർജി നിലനിൽക്കാൻ സാധ്യതയില്ല. അത് റിവ്യൂ ഹർജി തീർപ്പാക്കാൻ വേണ്ടിയാണ് നാളെ ഈ റിവ്യൂ ഹർജി പരിഗണിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഹർജിയിൽ ലോകായുക്ത ഇത്തരം കേസുകൾ പരിഗണിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിലാണ് പ്രധാന തർക്കമുണ്ടായത്. അത് നേരത്തെ ലോകായുക്ത തന്നെ തീർപ്പ് കൽപ്പിച്ചതാണ് എന്നാണ് ഹർജിക്കാരന്റെ വാദം. അതുകൊണ്ടാണ് ഹർജിക്കാരൻ അത്തരമൊരു നിലപാട്. അതുകൊണ്ട് നേരത്തെ തീർപ്പ് കൽപ്പിച്ച കേസ് വീണ്ടും ആവശ്യമുണ്ടോ എന്ന ചോദ്യം പ്രസക്തിയില്ല. അതുകൊണ്ട് ഹർജി ഇപ്പോഴത്തെ തീരുമാനം റദ്ദാക്കണം എന്നാണ് റിവ്യൂ ഹർജിയുടെ ആവശ്യം. അത് പരിഗണിക്കാൻ ഇടയില്ല. മറ്റന്നാൾ ഫുൾ ബെഞ്ച് പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ റിവ്യൂ ഹർജി നാളെ തീർപ്പ് കൽപ്പിക്കാൻ തന്നെയാണ് സാധ്യത. വിശദാംശങ്ങളാണ് VV അരുൺ നൽകിയത്. ചുരുളഴിക്കാൻ അന്വേഷണ സംഘം. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് പ്രതി ഷാരൂഖ് സൈഫിയെ പോലീസ് ക്യാമ്പിൽ വെച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇതിനായി AR ക്യാമ്പിൽ എത്തുകയായിരുന്നു. തെളിവെടുപ്പിന് ഷാരൂഖ് സൈഫിയെ ഷൊർണൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് സൂചന. ഷാരൂഖ് സൈഫിയെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി 4 ദിവസം പിന്നിടുന്നതിനിടയിലാണ് പ്രതിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ മെഡിക്കൽ സംഘം AR ക്യാമ്പിലെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി 1 മണിക്കൂറിനകം പോലീസ് വാഹനത്തിൽ ഡോക്ടർമാർ അടങ്ങുന്ന സംഘം മടങ്ങി. അതേസമയം IG-മാരായ നീരജ് കുമാർ ഗുപ്ത, രാജ്പാൽ മീണ തുടങ്ങിയവരുടെ മേൽനോട്ടത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഷാരൂഖിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ ഷാരൂഖിനൊപ്പം മറ്റൊരാൾ കൂടി സഹായത്തിനുണ്ടായിരുന്നതായുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുന്ന ഷൊർണൂരും എലത്തൂരും കണ്ണൂരും പഴുതടച്ച സുരക്ഷയൊരുക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇയാൾക്കെതിരെ UAPA ചുമത്തുന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വിവരം. കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് സംഭവത്തിൽ തീവ്രവാദ ബന്ധം വ്യക്തമാക്കുന്നുവെങ്കിൽ അത് ഗൗരവമുള്ളതാണ് എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്നത് തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തണമെന്നും ഗവർണർ പറഞ്ഞു. No, it's not a question of how we all look at the same way. If the innocent lives are lost as a result of this kind of attack, whether it is a lone wolf or it is part of any conspiracy, it raises serious questions. And we will have to, if it is part of some conspiracy, a terror act,
then we will have to be more prepared to meet such kind of threats. Even if it is the work of a lone individual, a lunatic act, even then we will need to strengthen. തീവെപ്പ് കേസിലെ പ്രതിയെ രക്ഷിക്കാൻ കേരള പോലീസ് നീക്കമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അന്വേഷണം NIAക്ക് വിടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. NIAക്ക് കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത്രയും കാര്യക്ഷമതയില്ലായ്മ തെളിയിച്ച ഒരു അന്വേഷണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. ഇവിടുത്തെ പോലീസിന്റെ അന്യായമായ പെരുമാറ്റവും പ്രകൃതവും ചിന്തയും അവരാദ്യം തന്നെ ആ കേസ് വഴിമാറ്റാനാണ് ശ്രമിച്ചത്. അന്ന് അവരോടൊപ്പം പരിക്ക് പറ്റിയൊരു പയ്യനില്ലേ, അവനെ പ്രതിയാക്കാൻ വേണ്ടി അവരാണ് ഇതിന്റെ കോൺസ്പിറസിക്ക് പിറകിൽ നിന്ന് വരുത്താൻ അവർ ഒരുപാട് ശ്രമിച്ചു. അതുകൊണ്ട് 3-3.5 മണിക്കൂർ കഴിഞ്ഞാണ് ആ ബോഡി കാണാൻ പറ്റിയത്. ആദ്യമേ അവൻ പറയും പോലെ കേട്ടിരുന്നു എങ്കിൽ ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന കുട്ടി കിടക്കുന്നത്. അവരെ കണ്ടാൽ സാധിക്കുമായിരുന്നു, ചിലപ്പോൾ രക്ഷപ്പെടുത്താനും സാധിച്ചെന്ന് വരാം. പക്ഷേ അതെല്ലാ ചാൻസുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ പോലീസിൻ്റെ കൃത്യവിലോപമാണ് ഈ കേസ് വഴിത്തിരിവായി മാറിയത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവരെ വിശ്വസിച്ചുകൂടാ, അവരെ രക്ഷിക്കാനുള്ള എൻക്വയറിയെ നടത്തുള്ളൂ. അതുകൊണ്ട് NIAക്ക് ഇത് കൊടുക്കണം, NIA അന്വേഷിക്കണം, കൃത്യമായി അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ NIAക്ക് സാധിക്കുമെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അരമനകളിലേക്കുള്ള BJP നേതാക്കളുടെ സ്നേഹയാത്രയിൽ രാഷ്ട്രീയ ചർച്ച ചൂടുപിടിക്കുന്നു. യാത്രയെ ഇന്നും CPIM നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു. യാത്ര വിജയമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. BJPയുടെ അരമനയാത്രകൾ ഇടതു വലതു മുന്നണികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് ഇന്നും ഉണ്ടായത്. നാടകം കൊണ്ട് BJPക്ക് ഗുണമുണ്ടാകില്ലെന്നായിരുന്നു LDF കൺവീനർ EP ജയരാജന്റെ പ്രതികരണം. അരമനകൾ കയറിയിറങ്ങി വാർത്തകളുണ്ടാക്കി മതമേലധ്യക്ഷന്മാരെ കണ്ട് വണങ്ങി അവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിനൊന്നും വലിയ ഗുണമുണ്ടാകാനുള്ള സാധ്യതയില്ല. ക്രിസ്ത്യാനികൾക്കെതിരെ സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തി മുഹമ്മദ് റിയാസ്. വിചാരധാരയെ തള്ളിപ്പറയാൻ കേരളത്തിലെ BJP തയ്യാറാണോ? ഇന്ത്യയിലെ BJP തയ്യാറാണോ? ഇതാണ് വീടുകൾ സന്ദർശിക്കുന്ന BJP നേതാക്കളോട് ജനങ്ങൾ പൊതുവെ വീട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. അരമനകൾ ആർക്കും പോകാവുന്ന സ്ഥലങ്ങളാണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം. ആർക്കും പോകാവുന്ന സ്ഥലമല്ലേ അത്? ആർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമൊന്നുമല്ലല്ലോ. പോകട്ടെ, കാണട്ടെ. സ്നേഹയാത്ര കൊള്ളേണ്ടിടത്ത് കൊണ്ടെന്നും അത് വിജയിച്ചതിന്റെ സൂചനയാണ് മുന്നണികളുടെ പ്രതികരണമെന്നും BJPയും പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട വള്ളംകുളത്ത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിലെ പാട്ടുകളെ ചൊല്ലി സംഘർഷം. വിപ്ലവ ഗാനം ആലപിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകരാണ് സംഘർഷമുണ്ടാക്കിയതെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ RSS ഗണഗീതം ക്ഷേത്രത്തിൽ പാടിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് CPIMന്റെ ആരോപണം. ഗാനമേളയ്ക്കിടയിൽ വിപ്ലവഗാനമായി ബലികുടീരങ്ങളെ ആലപിക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രവർത്തകർ ബഹളം വെച്ചതായും സ്റ്റേജിന്റെ കർട്ടൻ കീറിയെറിഞ്ഞതായുമാണ് പരാതി. RSS അനുഭാവികൾക്ക് മേൽക്കോയ്മയുള്ള ക്ഷേത്ര കമ്മിറ്റിയാണ് ഇവിടുത്തേത്. ഗാനമേള അവസാനിച്ച ശേഷമാണ് ഒരു കൂട്ടം CPIM പ്രവർത്തകർ ബലികുടീരങ്ങളെ എന്ന പാട്ട് ആലപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗാനമേളയ്ക്ക് എത്തിയവരെ തടഞ്ഞത് എന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രേംകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം ഗാനമേളയ്ക്കിടെ RSSന്റെ ഗണഗീതം ആലപിച്ചിരുന്നു എന്ന് അദ്ദേഹം സമ്മതിച്ചു. CPIM ആവശ്യപ്പെട്ട ഗാനം ആലപിക്കാൻ തയ്യാറായിരുന്നു എങ്കിലും അവരെ തടഞ്ഞു നിർത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത് എന്നും പ്രേംകുമാർ പറഞ്ഞു. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതി, ക്ഷേത്രത്തില് ഗാനമേള നടക്കുന്ന അവസാന നിമിഷം ഗാനമേളക്കാര് ഒരു പാട്ട് പാടി. ആ പാട്ട് പാടി കഴിഞ്ഞ ഉടനെ ഇവരെ മാസായിട്ട് വന്നിട്ട് CPIMന്റെ പ്രവർത്തകര് അവിടെ അവരുടെ പാട്ട് പാടണം, ബലികുടീരങ്ങളെ പാടണമെന്ന് പറഞ്ഞെത്തി. RSSന്റെ ഗണഗീതമാണ് അവർ പാടിയത്. അപ്പം ഇവര് വന്നിട്ട് മാസായിട്ട് ഇവർ നേരത്തെ തയ്യാറായിട്ട് തന്നെ ഇരുന്നതാണ്.
അവരെ വാഹനം തടഞ്ഞു നിർത്തി അവരോട് ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞത് ഞങ്ങളും പാടാൻ സമ്മതമായിരുന്നു. പക്ഷേ അവരെ മാസമായിട്ട് വന്ന് ഇവരെ പാടിക്കാതെ അതിനകത്തു നിന്നും വിടത്തില്ല എന്നുള്ള രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഒരു 100 പ്രവർത്തകർ അവിടെ എത്തിച്ചേർന്ന സമയത്ത് നമ്മളത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും പ്രചരണം നടത്തിയ സംഭവത്തിൽ KK രമ MLA മാനനഷ്ട കേസിന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ദേശാഭിമാനി ദിനപത്രം, സച്ചിൻ ദേവ് MLA എന്നിവർക്ക് KK രമ വക്കീൽ നോട്ടീസ് അയച്ചു. നോട്ടീസ് ലഭിച്ച 15 ദിവസത്തിനുള്ളിൽ മറുപടി നൽകുകയും പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തില്ലെങ്കിൽ 1 കോടി രൂപയുടെ മാനനഷ്ട കേസും ക്രിമിനൽ കേസും ഫയൽ ചെയ്യുമെന്നാണ് നോട്ടീസിൽ ഉള്ളത്. അഡ്വക്കേറ്റ് P. കുമാരൻകുട്ടി മുഖേനയാണ് നോട്ടീസ് അയച്ചത്. നിയമസഭാ സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ ഘട്ടത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ KK രമയ്ക്കെതിരായ പോസ്റ്റുകൾ. രാജ്യത്ത് 5880 പേർക്ക് കൂടി കോവിഡ്. ഒരു ദിവസത്തിനിടെ 14 മരണം സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ എണ്ണം 35199 ഉയർന്നു. 6.91% പോസിറ്റിവിറ്റി നിരക്ക്. കേരളം, മഹാരാഷ്ട്ര, ഡൽഹി, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കേസുകൾ. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു. ഇന്നലെ 859 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആകെ രോഗികളുടെ എണ്ണം 12,000 കടന്നു. സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 12,433 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഇന്നലെ 859 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ രോഗികൾ. വയനാട് കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രായമുള്ളവരെയും കിടപ്പ് രോഗികളെയും കോവിഡിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. പ്രതിദിന പരിശോധനകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആകെ രോഗികളിൽ 0.8% പേർക്ക് ഓക്സിജൻ കിടക്കകളും 1.2% പേർക്ക് ICU കിടക്കകളും വേണ്ടി വന്നിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച മുതലമടയിലും പറമ്പിക്കുളത്തും ജനകീയ പ്രതിഷേധം ശക്തം. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്ന് വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെതിരെ നെന്മാറ MLA പുനഃപരിശോധനാ ഹർജി നൽകി. ഹർജി ബുധനാഴ്ച പരിഗണിക്കും. നെന്മാറ MLA K. ബാബുവിന്റെ നേതൃത്വത്തിൽ മുതലമടയിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കൽപ്പനാദേവിയുടെ നേതൃത്വത്തിൽ പറമ്പിക്കുളം DFO ഓഫീസിലേക്കും മാർച്ച് നടന്നു. എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകില്ല എന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പാലക്കാട് പറഞ്ഞു. അങ്ങനൊരു കോടതി ഉത്തരവ് വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് അത് മറികടക്കാൻ ഇന്നത്തെ സ്ഥിതിയിൽ സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വനം വകുപ്പ് ആ നിർദ്ദേശത്തിന്റെ പരിധിയിലാണ്. പറമ്പിക്കുളത്തെ സാഹചര്യം പരിശോധിക്കാതെയാണ് വിദഗ്ധ സമിതി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതെന്ന് നെന്മാറ MLA K. ബാബു ആരോപിച്ചു. ഇക്കാര്യം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കി. മറ്റു നടപടികളിലേക്ക് അവർ കടക്കട്ടെ. ഹൈക്കോടതിയെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുത്തണ്ടേ? ഹൈക്കോടതിയിൽ ആ ചിന്നക്കനാലിലെ മറ്റേ പബ്ലിക് ഹിയറിംഗ് നടത്തണമെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞതാ. പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ടുള്ള ചിന്നക്കനാലിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മറ്റു ജനപ്രതിനിധികളുമായിട്ടാ ഈ പ്രദേശത്ത് കൊണ്ടുവിടുമ്പോൾ ഇവിടുത്തെ ആദിവാസി സമൂഹത്തെയോ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയോ ഒരു ഹിയറിംഗ് നടത്തിയില്ലായിരുന്നു. സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകില്ലെന്ന് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ജനകീയ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് 18 പാലക്കാട്. റേഡിയോ കോളർ എത്താത്തതിനാൽ അരിക്കൊമ്പന് മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള ദൌത്യം വൈകും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള യോഗവും മോക്ക് ഡ്രില്ലും GPS കോളർ എത്തിയതിനു ശേഷം മതിയെന്ന തീരുമാനത്തിലാണ് വനംവകുപ്പ്. അസം വനംവകുപ്പിന്റെ കൈവശമുള്ള GPS കോളർ കൈമാറുന്നതിന് ഇന്ന് അനുമതി ലഭിക്കുമെന്നാണ് സൂചന. ചിന്നക്കനാലിലെ അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യം ഇനിയും വൈകാനാണ് സാധ്യത. GPS കോളർ എത്താത്തതാണ് നടപടികൾ വൈകാൻ കാരണം. ഇന്ന് വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി യോഗവും മോക്ക് ഡ്രില്ലും നടത്തിയ ശേഷം നാളെ മയക്കുവെടി വയ്ക്കാനായിരുന്നു വനംവകുപ്പിന്റെ നീക്കം. അരിക്കൊമ്പനായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെയും അസം വകുപ്പിന്റെയും കൈവശമുള്ള GPS കോളർ എത്തിക്കാനാണ് വനംവകുപ്പ് ശ്രമങ്ങൾ നടത്തുന്നത്.
എന്നാൽ കോളർ മാറ്റാൻ അസം വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി ലഭിച്ചില്ല. ഈസ്റ്റർ അവധി ദിവസങ്ങളായതിനാലാണ് കാലതാമസം ഉണ്ടാകുന്നത് എന്നാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്ന് അനുമതി ലഭിക്കുമെന്നാണ് കരുതുന്നത്. GPS കോളർ എത്തുന്നതനുസരിച്ച് മോക്ക് ഡ്രിൽ ഉൾപ്പെടെ നടത്താനുള്ള തീയതി നിശ്ചയിക്കാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകുന്നത് തടയണമെന്ന ഹർജി കോടതി പരിഗണിച്ചാൽ അരിക്കൊമ്പനുള്ള മയക്കുവെടി വീണ്ടും നീളുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ഇടുക്കി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് നാളെ നൽകുന്ന സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കെ മുരളീധരൻ. KPCCയുടെ ചലോ വയനാട് മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ താനും ഉണ്ടാകും. പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയാനില്ല എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. രണ്ട്, KPCCയുടെ നാളത്തെ യോഗത്തിൻ്റെ മുദ്രാവാക്യം ചലോ വയനാട്, വി ആർ വിത്ത് രാഹുൽ ഗാന്ധി. ആ രണ്ട് മുദ്രാവാക്യം പ്രാവർത്തിയാക്കാനും ഞാനുണ്ടാവും. അത്രയും. പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മുരളീധരനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇനിയെല്ലാം മുരളീധരന്റെ തീരുമാനമെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി നാളെ രാഹുൽ ഗാന്ധി വരികയാണല്ലോ, അതിന്റെ എന്തൊക്കെ ക്രമീകരണങ്ങൾ? എല്ലാ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി. ഞാൻ വയനാട്ടിൽ പോയിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. നമ്മൾ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കും. അദ്ദേഹത്തിന് കേരളത്തിന്റെ പിന്തുണ എന്താണെന്ന് നാളത്തെ പരിപാടി കാണാൻ പോകുക. കെ മുരളീധരൻ പറയുന്നത് അതിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹത്തോട് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. വിഴിഞ്ഞത്തെ അന്താരാഷ്ട്ര തുറമുഖം ഇനി മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്ന പേരിൽ അറിയപ്പെടും. തുറമുഖ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. കരാർ കമ്പനിയായ അദാനിയുടെ പേരിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർമ്മാണഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വത്തിന് പൂർണ്ണ വിരാമം ഇടുന്നതിനാണ് പുതിയ പേരും ലോഗോയും തയ്യാറാക്കുന്നതിന് ധാരണയായത്. ആലപ്പുഴ CJM കോടതിയിൽ രേഖകൾ സൂക്ഷിക്കുന്ന മുറിയിൽ പാർട്ട് ടൈം സ്വീപ്പറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണഞ്ചേരി ഇടവഴിക്കൽ S. ജയപ്രകാശാണ് മരിച്ചത്. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ ഇദ്ദേഹത്തെ പിന്നീട് മുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജയപ്രകാശ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥി പട്ടിക ഉടൻ ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് സൂചന. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ, ദേശീയ ജനറൽ സെക്രട്ടറി CT രവി തുടങ്ങിയ നേതാക്കൾ ചർച്ച തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളിൽ ധാരണയായിരുന്നു. സിറ്റിംഗ് സീറ്റായ ഷിഗാവിയിൽ നിന്ന് ജനവിധി തേടുമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ പറഞ്ഞു. യെദ്യൂരപ്പയുടെ മകൻ BY വിജയേന്ദ്ര ശിക്കാരിപുരിയിലും CT രവി ചിക്കമംഗളൂരുവിലും നിന്നും മത്സരിച്ചേക്കും. We just discussed the overall how the entire list looks like and what is the characteristic and what are the opposite candidates going analysis. He has given certain directions. Sir, from where you will contest, sir? I am contesting my original constituency, Shigam. തമിഴ്നാട്ടിൽ സർക്കാർ ഗവർണർ പോരുമുറുകുന്നു. ഗവർണർ RN രവിക്കെതിരെ നിയമസഭയിൽ സർക്കാർ പ്രമേയം അവതരിപ്പിക്കും. ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ അതിനർത്ഥം അസാധുവായി എന്ന ഗവർണറുടെ പരാമർശത്തോടെയാണ് വിവാദം ഉടലെടുത്തത്. സംസ്ഥാന ഗവർണർമാർ ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിന് സമയപരിധി നിശ്ചയിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ യാത്രക്കാരന്റെ മോശം പെരുമാറ്റം. വിമാന ജീവനക്കാരോട് യാത്രക്കാരൻ മോശമായി പെരുമാറിയെന്നും ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു എന്നുമാണ് പരാതി. രാവിലെ 6:50 വിമാനം പറന്നുയർന്നതിന് തൊട്ടുപിന്നാലെയായിരുന്നു വിമാനത്തിനുള്ളിൽ യാത്രക്കാരന്റെ മോശം പെരുമാറ്റം. തുടർന്ന് വിമാനം ഡൽഹിയിലേക്ക് തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 11:30 വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. യാത്രക്കാരനെ ഡൽഹി എയർപോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അനുഗ്രഹത്തിനായി അരികിൽ എത്തിയ ബാലന്റെ ചുണ്ടിൽ ചുംബിക്കുകയും നാവിൽ നക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത വീഡിയോ വിവാദമായതിനു പിന്നാലെ കുട്ടിയോടും കുടുംബത്തോടും മാപ്പ് ചോദിച്ച തിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. ദലൈലാമയുടെ അടുത്ത് അനുഗ്രഹം തേടിയെത്തിയതാണ് ബാലൻ.
കുട്ടിയെ ചുംബിച്ച ശേഷം ദലൈലാമ നാവ് പുറത്തേക്കിട്ട് നാവിൽ നക്കാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടുന്നതാണ് വീഡിയോയിൽ ഉള്ളത്. ട്വിറ്ററിൽ വീഡിയോ വിവാദമായതിന് പിന്നാലെയാണ് ക്ഷമാപണം. തായ്വാന് ചുറ്റുമുള്ള ചൈനയുടെ സൈനികാഭ്യാസം 3-ാം ദിവസത്തിലും തുടരുന്നു. 70 യുദ്ധവിമാനങ്ങളും 11 യുദ്ധക്കപ്പലുകളുമാണ് സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നത്. 35 യുദ്ധവിമാനങ്ങൾ വ്യോമാതിർത്തി ലംഘിച്ചതായി തായ്വാൻ പ്രതികരിച്ചു. തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ്വെൻ അമേരിക്ക സന്ദർശിച്ചതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനം. ഖലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബ് ദേ തലവനുമായ അമൃത്പാൽ സിംഗിന്റെ കൂട്ടാളി അറസ്റ്റിൽ. അമൃത്സറിൽ നിന്ന് പഞ്ചാബ് പോലീസാണ് പപ്പൽപ്രീത് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അമൃത്പാലിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് പപ്പൽപ്രീത് സിംഗ് ആയിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വിഫ്റ്റിനു പുറമെ KSRTCയെ 3 സ്വതന്ത്ര മേഖലകളായി തിരിക്കും. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഇതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. KAS ഉദ്യോഗസ്ഥരെ മേധാവികളാക്കി ജൂൺ മുതൽ KSRTCയെ 3 സ്വതന്ത്ര മേഖലകളായി വിഭജിക്കാനാണ് സർക്കാർ തീരുമാനം. സൗത്ത്, സെൻട്രൽ, നോർത്ത് മേഖലകളായാണ് വിഭജനം. ഇതോടുകൂടി തലസ്ഥാനത്തെ അധികാരികളിൽ നിന്ന് അനുമതി തേടുന്ന സ്ഥിരം സമ്പ്രദായം ഇല്ലാതാകും. ഓരോ മേഖലയിലും സ്വതന്ത്രമായി കാര്യങ്ങൾ തീരുമാനിക്കാം. ബസ്സുകൾ ലാഭത്തിലോടിക്കുക, ഡിപ്പോകൾ സ്വയം പര്യാപ്തമാകുക, ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ഇൻസെന്റീവും ലഭ്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. കൂടാതെ ട്രാഫിക് സർവേ നടത്തി മേഖലാധികൃതർ യാത്രക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. യാത്രക്കാരുടെ കുറവ് വിലയിരുത്തി റൂട്ടുകൾ പുനർനിർണ്ണയിക്കും. തിരക്കേറിയ റൂട്ടുകൾക്ക് പ്രത്യേക പരിഗണന നൽകി സർവീസുകൾ ക്രമീകരിക്കാനും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. നമ്മുടെ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ തന്നെ മേഖലാ അടിസ്ഥാനത്തിൽ വിഭജിച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നതായിരിക്കും KSRTCയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നല്ലതെന്നുള്ള നിർദ്ദേശമുണ്ട്. ബഹുമാന മുഖ്യമന്ത്രിയും അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 3 മേഖലകളായി തിരിച്ച് പ്രവർത്തനം വികേന്ദ്രീകരിച്ച് KSRTC പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആശയം. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. സുശീൽ ഖന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മേഖലാ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയമിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയതോടെയാണ് പദ്ധതി സജീവമായത്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാരുടെ അദാലത്തുകളിൽ പങ്കെടുക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകുന്നതിന് ഫീസ് ചുമത്തി സർക്കാർ. അപേക്ഷയ്ക്കും പ്രിന്റ് എടുക്കുന്നതിനും അപേക്ഷ നൽകാൻ സ്കാൻ ചെയ്യുന്നതിനും ഒക്കെ പ്രത്യേക ഫീസ് നൽകണം. കരുതലും കൈത്താങ്ങും എന്ന ആപ്പ് വഴി അപേക്ഷ സമർപ്പിക്കാമെങ്കിലും സാധാരണക്കാർ ഏറെയും ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളെയാണ്. സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചാണ് താലൂക്ക് തലത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന പരാതി പരിഹാര അദാലത്തുകൾ. പൊതുജനങ്ങൾക്ക് പരാതികളും നിവേദനങ്ങളുമെല്ലാം നേരിട്ട് സർക്കാരിന് സമർപ്പിക്കാം. സങ്കീർണമായ നടപടിക്രമങ്ങൾ മറികടക്കാൻ സാധാരണക്കാർ സ്വാഭാവികമായും ആശ്രയിക്കുക അക്ഷയ കേന്ദ്രങ്ങളെയാകും. കിട്ടിയ അവസരം മുതലാക്കി ജനത്തെ പിഴിയാനുള്ള ശ്രമത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങൾ. നിവേദനവുമായി അക്ഷയ കേന്ദ്രത്തിലെത്തിയാൽ സർവീസ് ചാർജ് 20 രൂപ നൽകണം. ഓരോ പേജ് സ്കാൻ ചെയ്യാനും 3 രൂപ വീതവും നൽകേണ്ടി വരും. രേഖകൾ പ്രിന്റെടുക്കാനും പേജ് ഒന്നിന് 3 രൂപ. പേജുകളുടെ എണ്ണം കൂടുന്തോറും ചെലവുമേറും. സർക്കാരിന്റെ സൗജന്യത്തിനായി എത്തുന്ന സാധാരണക്കാരാണ് ഇത്രയും തുക നൽകേണ്ടി വരുന്നത് എന്നതാണ് വൈരുദ്ധ്യം. കരുതലും കൈത്താങ്ങുമെന്ന ആപ്പ് വഴി സൗജന്യമായി അപേക്ഷ സമർപ്പിക്കാൻ അവസരമുണ്ടെന്നാണ് സർക്കാർ വാദം. എന്നാൽ എത്ര പേർ ഇതിന് തയ്യാറാകുമെന്ന് കണ്ടറിയണം. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രഹ്മപുരം വിഷയത്തിൽ കൊച്ചി മേയർക്കെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാളി. ക്വാറം തികയാത്തതുമൂലം കൗൺസിൽ യോഗം ചേരാനായില്ല. ഈ വിഷയത്തിൽ സമരരംഗത്തുണ്ടായിരുന്ന BJP അംഗങ്ങളും ചർച്ചയ്ക്ക് എത്തിയില്ല. 74 കൗൺസിലിൽ 4 സ്വതന്ത്ര അംഗങ്ങളുടെ നിർണായക പിന്തുണയാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തീയണയാത്ത ബ്രഹ്മപുരത്തെ ചൊല്ലിയുള്ള ചർച്ചയിൽ UDF വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് BJP അടക്കം തുറന്ന പോരിന് തയ്യാറെടുത്ത സാഹചര്യത്തിൽ. എന്നാൽ കൗൺസിൽ യോഗം ചേരാനുള്ള ക്വാറം പോലും ഇല്ലാതാക്കിയാണ് ഇടതുമുന്നണി UDFന്റെ അവിശ്വാസ പ്രമേയത്തിന് മറുപടി നൽകിയത്. അംഗങ്ങളോട് വിട്ടുനിൽക്കാൻ വിപ്പ് നൽകിയപ്പോൾ ക്വാറം തികയാത്തതിനാൽ യോഗം തന്നെ ഉപേക്ഷിക്കുന്നതായി ജില്ലാ വരണാധികാരി കൂടിയായ കലക്ടർ അറിയിച്ചു. 5 BJP അംഗങ്ങളും വിട്ടുനിന്നു. CPMന്റെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇത് തെളിയിക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. BJPയും ഇടതുപക്ഷവും തമ്മിലുള്ള സഖ്യമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലെ വരെ BJP ഈ ബ്രഹ്മപുരം വിഷയത്തിൽ ജനങ്ങളോടൊപ്പമാണെന്ന് പറയുകയും സമരം നടത്തുകയും ചെയ്തു. എന്നാൽ ഇന്നിപ്പോ അവരോടൊപ്പം ചേർന്ന് അഴിമതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് അവർ ഫ്ലോറിൽ വരാതിരുന്നപ്പോൾ മനസ്സിലായി.
എന്നാൽ സ്വന്തം അംഗങ്ങളെപ്പോലും ചർച്ചയ്ക്കെത്തിക്കാൻ UDFന് കഴിഞ്ഞില്ലെന്ന് മേയർ M. അനിൽകുമാർ. നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സ്വന്തം മുന്നണിയിലുള്ള കൗൺസിലർമാരെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തിൽ കൊണ്ടുവരാൻ കഴിയാതെ പോയ UDF അവരുടെ പരാജയം ഞങ്ങളുടെ മേൽ കെട്ടിവെക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് 2 UDF കൗൺസിലർമാർ വിട്ടുനിന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം. വരും ദിവസങ്ങളിലും ബ്രഹ്മപുരം വിഷയം ഉയർത്തി പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. കേരളത്തെ ഇകഴ്ത്തി കാണിക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനം വ്യവസായങ്ങൾക്ക് പറ്റിയ ഇടമല്ല എന്ന് കേൾക്കാറുണ്ട് എന്നും വ്യവസായം നടത്തിയവരല്ല അതിന്റെ വക്താക്കൾ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് സംസ്ഥാനം കേരളമാണ്. സംരംഭക പദ്ധതിയെയും ഇകഴ്ത്തി കാണിക്കാൻ ശ്രമമുണ്ടായി എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇവിടെ നേരത്തെ മുതൽ കേൾക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. അത് കേരളം വ്യവസായങ്ങൾക്ക് പറ്റിയ ഇടമല്ല എന്നതാണ്. എന്നാൽ ആ പ്രകടനത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ വക്താക്കൾ ഇവിടെ നിക്ഷേപം നടത്തിയവരല്ല, വ്യവസായികളല്ല. പകരം നമ്മുടെ നാടിനെ എങ്ങനെയും ഇകഴ്ത്തി കാണിക്കുക എന്ന ഉദ്ദേശമുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട്. അവരാണ് ഇവിടെ തെറ്റായ കാര്യങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ തയ്യാറായി. ഇടവേള. കൊമ്പുകൾ വളർന്ന് കൂട്ടിമുട്ടിയതോടെ തീറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടിയിരുന്ന കൊച്ചയ്യപ്പൻ എന്ന കൊമ്പൻ സാധാരണ ജീവിതത്തിലേക്ക്. ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് ഡോക്ടർമാർ കൊച്ചയ്യപ്പന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റിയത്. കൊമ്പ് മുറിക്കാൻ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും ഡോക്ടർമാർ അടക്കം ഉള്ള വനംവകുപ്പ് ജീവനക്കാർ അരിക്കൊമ്പന്റെ പിന്നാലെ പോയതിനാൽ നടപടികൾ വൈകുകയായിരുന്നു. കത്തും വേനലിൽ തണുത്ത വെള്ളം ശരീരമാകെ ചീറ്റിക്കാം. തീറ്റ കൊമ്പിൽ കോർത്ത് സഞ്ചരിക്കാം. തുമ്പിക്കൈ എങ്ങോട്ട് വേണമെങ്കിലും ചലിപ്പിക്കാം. വളർന്ന് കൂട്ടിമുട്ടിപ്പോയ കൊമ്പുകൾ മുറിച്ചു മാറ്റിയതോടെ വെള്ളിമൺ കൊച്ചയ്യപ്പൻ ടോട്ടലി ഫ്രീ ആയി. കൊച്ചയ്യപ്പന്റെ കൊമ്പ് മുറിക്കാൻ നേരത്തെ അനുമതി ലഭിച്ചിരുന്നെങ്കിലും വനം വകുപ്പ് ഡോക്ടർമാർ അരിക്കൊമ്പന്റെ പിന്നാലെയായിരുന്നു. ഇതോടെ 2 തവണ കൊമ്പ് മുറിക്കുന്ന നടപടി മാറ്റിവെക്കേണ്ടി വന്നു. അരിക്കൊമ്പൻ മിഷൻ മാറ്റിവെച്ചതോടെയാണ് കൊച്ചയ്യപ്പന്റെ കൊമ്പ് മുറിക്കാൻ അവസരമൊരുങ്ങിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ അജിത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നടപടികൾ. ഈ അരിക്കൊമ്പൻ മിഷനുമായിട്ട് ഡോക്ടർ ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിയത്. അത് കഴിഞ്ഞാണ് നമ്മൾ അരിക്കൊമ്പൻ മിഷൻ അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ നമുക്ക് സഹായം കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഫിക്സ് ചെയ്തത്. കഴിഞ്ഞ 2 മാസമായി തീർത്തും ബുദ്ധിമുട്ടിലായിരുന്നു കൊച്ചയ്യപ്പൻ. തീറ്റയെടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു വലിയ വെല്ലുവിളി. ഇതോടെയാണ് ഉടമ വനം വകുപ്പിനെ സമീപിച്ചത്. ഉടമയുടെ വെള്ളിമണിലെ പുരയിടത്തിൽ രാവിലെ 10-ന് ആരംഭിച്ച കൊമ്പ് മുറിക്കൽ നടപടികൾ 11:40-ന് അവസാനിച്ചു. ന്യൂസ് 18 കൊല്ലം. വയനാട് തുവാരിമലയിൽ കടുവ കൂട്ടിലായി. 1.5 വയസ്സുള്ള പെൺകടുവയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഏതാനും മാസങ്ങളായി പ്രദേശത്ത് കടുവാ ശല്യം രൂക്ഷമായിരുന്നു. ഇന്ന് പുലർച്ചോടെയായിരുന്നു കടുവ കൂട്ടിലായത്. നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ തൊവരിമല ഡിവിഷനിലെ തേയിലത്തോട്ടത്തിനോട് ചേർന്നുള്ള വനഭാഗത്താണ് കടുവ കൂട്ടിൽ വീണത്. 1.5 വയസ്സുള്ള പെൺകടുവയാണിത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമ്പുകുത്തിയിലെ സ്വകാര്യ തോട്ടത്തിൽ ഒരു കടുവയെ കഴുത്തിൽ കുരുക്കുമുറുകി ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നേരത്തെ കൃഷ്ണഗിരിയിൽ പിടിയിലായ അമ്മക്കടുവയുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ പിടിയിലായ കടുവയും നേരത്തെ അമ്പുകുത്തിയിൽ ചത്ത കടുവയും. ഇതിനിടെ അമ്പുകുത്തിയിൽ കടുവ ചത്തതോടെ ആക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞിരുന്നെങ്കിലും പിന്നെയും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ജനങ്ങൾ രാവിലെ തൊഴിലാളികൾ ഇവിടെ ജോലിക്ക് വരുന്ന സമയത്ത് മുഴുവൻ സമയങ്ങളും ഇതിന്റെ കാൽപ്പാടുകൾ കാണലുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും ഇന്നലെ കടുവ കുടുങ്ങി. ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം പ്രദേശത്ത് വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ ബത്തേരി കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. ന്യൂസ് 18 വയനാട്. കുറ്റകൃത്യങ്ങൾക്ക് തുമ്മുണ്ടാക്കുന്നതിൽ മാത്രമല്ല
ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിലും ഹീറോകളാണ് കേരള പോലീസിന്റെ ശ്വാനസേന. കൊച്ചിയിൽ നടന്ന പ്രദർശനത്തിൽ ശ്വാന സുന്ദരന്മാരും സുന്ദരികളും അടവുകൾ ഓരോന്നായി പുറത്തെടുത്തു. ബെൽജിയൻ, മലിനോയിസ്, ലാബ്രഡോർ, ബീഗിൾ ഇനത്തിൽപ്പെട്ട 9 ശ്വാനരാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത്. ബെൽജിയൻ, മലിനോയിസ്, ലാബ്രഡോർ, ബീഗിൾ ഇനങ്ങളിൽപ്പെട്ട 9 ശ്വാനരാണ് അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തത്. എക്സ്പ്ലോസീവ്, നാർക്കോട്ടിക്, കെഡാവർ, ട്രാക്കർ, ആൽക്കഹോളിക് എന്നിങ്ങനെ നായകളുടെ കഴിവുകളനുസരിച്ച് തരംതിരിച്ച 6 വിഭാഗങ്ങളാണ് ശ്വാനസേനയിലുള്ളത്. പെട്ടിമുടിയിലെ ദുരന്തഭൂമിയിൽ മണ്ണിടിയിൽപ്പെട്ടവരെ കണ്ടെത്തിയ മിന്നും താരം മായയാണ് കെഡാവർ പ്രകടനങ്ങളെ നയിച്ചത്. എസ് സുരേഷ്, അസിസ്റ്റന്റ് കമാൻഡന്റ്, സ്റ്റേറ്റ് ലെവൽ കെരൻ സ്ക്വാഡ് ഇൻചാർജ്, ഈ പ്രോഗ്രാമിൽ അഭിസംബോധന ചെയ്യുന്നു. സല്യൂട്ട് ചെയ്ത് വിഐപിയെ സ്വീകരിക്കുകയാണ്. ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധയാണ് നാർക്കോട്ടിക് വിഭാഗത്തിലെ പരിശീലനം ലഭിച്ച ആലപ്പുഴയുടെ സ്വന്തം ലിസി. പ്രദർശന ദൗത്യത്തിലും ലിസിക്ക് പിഴച്ചില്ല. നിങ്ങളെ എല്ലാവരെയും തന്നെ കാണിച്ചുകൊണ്ട് ലഗേജിനകത്ത് വെക്കുകയാണ്. ആലപ്പുഴയുടെ സുന്ദരിക്കുട്ടി ലിസി നിഷ്പ്രയാസം തനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് താസു എത്രയും പെട്ടെന്ന് തന്നെ ലഗേജ് കണ്ടുപിടിച്ചിരിക്കുകയാണ്. മനുഷ്യനേക്കാൾ 45 മടങ്ങ് ഘ്രാണശേഷിയാണ് നായകൾക്ക്. ഈ കഴിവ് ഉപയോഗിച്ച് കുറ്റവാളികളെ മണത്ത് കണ്ടുപിടിക്കുന്നതിൽ മിടുക്കിയാണ് സോന. സോനയ്ക്ക് യാതൊരു സംശയമില്ല, മൈന്യൂട്ടായ സ്മെല്ല് പോലും കണ്ടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂട്ടത്തിലെ ഏക പുരുഷ സാന്നിധ്യമായ അർജുൻ എക്സ്പ്ലോസീവ് സ്വഭാവമുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിൽ പുലിയാണ്. കൂട്ടത്തിലെ കുഞ്ഞിനായ ബീഗിൾ ഇനത്തിൽപ്പെട്ട ടെഡി മോശക്കാരനല്ല. വളരെ കൃത്യമായി ഓരോ ആൾക്കാരെയും ചെക്ക് ചെയ്ത് ടെഡി തന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. ആനയും ബെറ്റിയും ജിത്തുവും ജാമയും തീവളയങ്ങൾക്ക് നടുവിലൂടെ ചാടി കാണികളെ അമ്പരപ്പിച്ചു. കുറ്റകൃത്യം നടക്കുന്ന സ്ഥലങ്ങളിൽ ഉത്തരവാദിത്വബോധത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതും പ്രകടനങ്ങളുടെ ലക്ഷ്യമാണ്. സർക്കാരിൻ്റെ 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രദർശനത്തിൽ 1ാം സ്ഥാനത്തെത്തിയതും പോലീസ് സേന തന്നെയാണ്. ന്യൂസ് 18 കൊച്ചി. KCR ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസിന്റെ പുതിയ മെഗാ ഷോറൂം തിരുവനന്തപുരം മുട്ടത്തറ കല്ലുംമുട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഫർണിച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ നിർവഹിച്ചു. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ ആദ്യ വിൽപ്പന നടത്തി. വിജയിക്ക്